ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന പണ്ടത്തെ രുചികളിലൊന്നാണ് തേങ്ങാച്ചോറ്. മലപ്പുറം സൈഡിലൊക്കെ എപ്പോഴും ബിരിയാണി നെയ്ച്ചോറൊക്കെ പോലെ തന്നെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒന്നാണ് തേങ്ങാച്ചോറ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മട്ട അരിയാണ് ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് അരി കഴുകി വെള്ളത്തിലിട്ട് വെക്കണം, അരി പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട്. 6 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അരി വേവിക്കാൻ ഇതിൻ്റെ 3 ഇരട്ടി വെള്ളം വേണം വെക്കാൻ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. അരിയും ഉലുവയും കൂടെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള അരിയുടെ 3 ഇരട്ടി വെള്ളം നമുക്ക് സ്റ്റൗവിൽ വെക്കാം. വെള്ളം നന്നായിട്ട് ചൂടായി തിളക്കാനായി തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അരി ഇട്ടിട്ട് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ചോറിലേക്ക് പിടിക്കാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി 100 ഗ്രാം ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി 1 തേങ്ങ ചിരവിയെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കണം. ചുവന്നുള്ളിയും തേങ്ങയൊക്കെ ചേർക്കുന്നത് നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ചിട്ട് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്കൊരു തവി കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരിയും തേങ്ങയും ചുവന്നുള്ളിയൊക്കെ നന്നായി കിടന്ന് തിളക്കുമ്പോഴാണ് തേങ്ങാച്ചോറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ചോറ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചോറ് വേവായി കിട്ടുന്നത് വരെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. തേങ്ങാച്ചോറിൽ തന്നെ ചിലർ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അരിയിലെ വെള്ളം വറ്റിയിട്ട് ചോറ് പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നാടൻ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാച്ചോറ് കുക്കറിൽ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അരിയും ഉള്ളിയും തേങ്ങ എല്ലാം കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് 3 വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉലുവയുടെയും തേങ്ങയുടെയും ചുവന്നുള്ളിയുടെയൊക്കെ ആ ഒരു നല്ല സ്മെല്ലും ടേസ്റ്റൊക്കെയാണ് ഈ ചോറ് കഴിക്കാനായിട്ട്. ഇതിലേക്ക് നാടൻ ബീഫ് കറി അല്ലെങ്കിൽ ബീഫ് വരട്ടിയതും പപ്പടവും കൂടി ഉണ്ടായാലും നല്ല കോമ്പിനേഷനാണ്. നമുക്ക് ഈ തേങ്ങാച്ചോറ് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങളെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.